ആ ഇൻസിഡന്റിന് ശേഷം ഒരുപാട് കേരളം എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കലാകാരൻ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ടെന്നുള്ള ഒരു ഏറ്റവും ഉത്തമ ഉദാഹരണം ഒരു കലാകാരനാണ് താങ്കൾ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്? ഈ സിനിമയിൽ എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഈ സിനിമയുടെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങൾക്കും നന്ദി പറയുകയാണ്. എന്നിവിടെ ആദ്യമായി വന്നത് രാജേട്ടൻ മുഖേനയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ പ്രതിഭ ട്യൂട്ടോറിയൽസിലെ ചെറിയൊരു കഥാപാത്രം നമ്മുടെ ഇൻസിഡന്റ് വരുന്നതിന് മുൻപൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ബാലുവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ അടുപ്പം തോന്നി. കാരണം ഞാൻ നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ അദ്ദേഹം കുറെ കാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു നർത്തകൻ കൂടിയാണ് നമ്മുടെ ഡയറക്ടർ. അപ്പൊ അങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പോൾ കൂടുതൽ ആത്മബന്ധം വന്നു. ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഒരു മുഖ്യ അതിഥി എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. സിനിമയുടെ ഭാഗമാണോ എന്നുള്ളത് പിന്നീട് അറിയാനേ കഴിയുള്ളൂ. എന്തായാലും ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ തന്ന വലിയ സപ്പോർട്ട് തന്നെയാണ് ഇപ്പം ഓരോ ജനങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോഴും എല്ലാവരുടെ സ്നേഹത്തോടു കൂടി ഉള്ള സ്വീകരണങ്ങളും. ഏത് സ്ഥലത്ത് പോയാലും ഒരു സഹോദരനെ പോലെ മകനെ പോലെ എല്ലാവരും എന്നെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിന്തുണ എന്നും ഉണ്ടാവും. പിന്നെ കലാകാരനാണ്. അപ്പം കല എന്ന് പറയുമ്പോൾ, നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ ഭാവത്തിന് പ്രാധാന്യമുണ്ട്. ഭാവം അഭിനയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സിനിമ നേരത്തെ നിങ്ങൾക്കറിയാം, ഒരു 5 സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തുടർന്നും കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തും തുടരണം എന്ന ആഗ്രഹമുണ്ട്. അതിന്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നു പോകും. അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതേപോലെ വ്യക്തിഹത്യ ചെയ്യുന്ന സോഷ്യൽ മീഡിയകളിൽ ആരെന്നും പേര് പോലും വെളിപ്പെടുത്താതെ വെറുതെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റുകൾ ഇട്ട് ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന അത് ശരിയാണ് നടപടി വിശ്വസിക്കുന്നുണ്ടോ? ഇതേപോലെ ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പോഴും ഇത്ര സൊസൈറ്റി വളർന്നാൽ പോലും ഇങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ടെന്ന് എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രവണതയാണ്. അതിപ്പോ ആ സൊസൈറ്റി മാറിയതുപോലെ തന്നെ ഈ കേൾക്കുന്നവരും കാണുന്നവരും തന്നെ മാറിയിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവായിട്ടാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി ഇല്ല. ഇപ്പോ നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ എന്നൊരു അർത്ഥത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം. കഥാപാത്രമാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഡോണയോ പോസ്റ്റോ? രണ്ടും ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഡോണ. എന്തായാലും സിനിമ വലിയൊരു വിജയമാകട്ടെ. ഒരുപാട് സിനിമ ഒരു കാര്യം കൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഈ സിനിമ ഇങ്ങനെ എല്ലാവർക്കും അനൗൺസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത് നമ്മൾ കുറച്ചുകൂടെ വലിയൊരു വേദിയിൽ കുറച്ചുകൂടെ ആഘോഷമായിട്ട് അനൗൺസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ആ ഒരു ആഘോഷം ഇപ്പൊ തൽക്കാലം വേണ്ടാന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ആ ആഘോഷം നടത്താനായി തീരുമാനിച്ചിരുന്ന ആ ഒരു ഫണ്ടിൽ നിന്ന് ഒരു തുക നമ്മള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്ന് ഇവിടെ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ടീം ഡിവൈഎസ്പി വേണുഗോപാൽ സാറിന് ഞങ്ങൾ അത് ഇവിടെ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യും. അദ്ദേഹം അത് എത്തിക്കേണ്ടടുത്തേക്ക് എത്തിക്കും. നമ്മൾ അതിനൊരു 1 lakh ചെക്ക് നമ്മളിവിടെ വെച്ച് അദ്ദേഹത്തിലേക്ക് കൈമാറുകയാണ്.